ഛത്തീസ്ഗഡ് സംഭവത്തിൽ ഇന്ത്യയിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. ഇന്ത്യയിലെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പാർട്ടികളും സംഘടനകളും എല്ലാം തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്തു വന്നു. ഇതിനിടയിൽ പലതവണയായി കേരളത്തിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ BJP നേതാക്കളെ സ്വാഗതം ചെയ്തത്, ആദരിച്ചത് എല്ലാം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ മതമേലധ്യക്ഷന്മാരും ഇത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം, നമ്മുടെ വീടുകളിലും പള്ളികളിലും നമ്മളുടെ ശുശ്രൂഷാ കേന്ദ്രങ്ങളിലുമൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ചില രാഷ്ട്രീയ ധൃതരാഷ്ട്രന്മാരുണ്ട്. പള്ളികളിൽ പോകുന്നു, തിരുസ്വരൂപങ്ങൾക്ക് മുടി ചാർത്തുന്നു, മാലയണിയിക്കുന്നു, കൈകൂപ്പുന്നു, കൈപൊക്കുന്നു, താഴ്ത്തുന്നു. മാമോദീസായ്ക്കും മരിച്ചടക്കുകളിലും അവിടെ സാന്നിധ്യമുണ്ട്. ഇങ്ങനെയൊക്കെ ഉപജീവനം കഴിച്ചു പോകുന്ന ചില വ്യക്തിത്വങ്ങള് നമ്മൾ തിരിച്ചറിയുകയാ. കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും സ്നേഹത്തോടുകൂടി സമീപിക്കുമെന്ന് വിചാരിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളില് ധൃതരാഷ്ട്രരുടെ മനോഭാവമാണ്. സ്നേഹത്തോടെയാണ് ആലിംഗനം ചെയ്യുന്നതെന്ന് തോന്നിയാലും ഉള്ളിന്റെ ഉള്ളില് തകർത്തു കളയുന്ന ചില ആലിംഗന വിശേഷങ്ങളുണ്ട്. തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ സന്യാസിനിമാരെ, മലയാളി കന്യാസ്ത്രീകളെ എത്രയും വേഗം വിട്ടയക്കുവാൻ വേണ്ട നടപടികളെല്ലാം തന്നെ കേരളത്തിലെ നല്ലവരായ ജനങ്ങളെല്ലാവരും ഏറ്റെടുത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ മലയാളി കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒന്നിക്കണമെന്ന് കേരള ജനത ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. ഈ സംഭവത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിലും പ്രവാസി മലയാളികൾ ഒന്നായി ഒറ്റക്കെട്ടായി ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും ക്രിസ്ത്യൻ സമൂഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കള്ളക്കേസിൽ കുടുക്കി ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള മലയാളി കന്യാസ്ത്രീകൾ എത്രയും വേഗം മോചിതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക്